ചുറ്റും നടക്കുന്നതിനെക്കുറിച്ച് 1.5 വയസ്സുകാരൻ മുഹമ്മദിന് ബോധ്യമുണ്ടാവില്ല. പക്ഷേ ഇവനും ഈ സമരത്തിന്റെ ഭാഗമാണ്. ഇവന് കൂട്ട് സഹോദരികളായ 7 വയസ്സുകാരി റിസ്വാനയും 5 വയസ്സുകാരി ഷിഫാനയും. കടലോരത്തെ മണൽക്കടത്തിനെതിരെ 1.5 വർഷം മുൻപാണ് ജസീറ സമരപ്രഖ്യാപനം നടത്തിയത്. കണ്ണൂർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിലും കളക്ടറേറ്റ് കവാടത്തിലും സമരം നടത്തി. വീടിന് പരിസരത്ത് പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാപിച്ചു നൽകിയതാണ് ഉണ്ടായ ഏക നടപടി. പക്ഷേ ഹെഡ് പോസ്റ്റ് എൻ്റെ സമരം തീർക്കാൻ വേണ്ടി മാത്രം ഒരു ഇത് മാത്രമായിരുന്നു. എൻ്റെ വീടിന് ചുറ്റും എപ്പോഴും 1 കിലോമീറ്റർ അവിടെ ഇങ്ങനെ സംരക്ഷിക്കുന്നല്ലാതെ അപ്പുറത്തെ ഇപ്പുറത്തെ ഒത്തിരി കടൽ മാട്ടൂൽ ഈ ദേശത്തെ മുഴുവൻ മണലും പല വഴിക്കും പോകുമായിരുന്നു. എറണാകുളത്ത് മതാധ്യാപകനായ അബ്ദുൽ സലാമാണ് ജസീറയുടെ ഭർത്താവ്. മണൽക്കടത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ജസീറ നേരത്തെ നിവേദനം നൽകിയിരുന്നു. നടപടി ഉണ്ടാകാത്തതിനാലാണ് സമരം തലസ്ഥാനത്തേക്ക് മാറ്റിയത്. സംസ്ഥാനത്തെ 600 കിലോമീറ്ററോളം വരുന്ന തീരം സംരക്ഷിക്കുന്നതിന് പ്രത്യേക സേന രൂപീകരിക്കുക, തീരദേശ പരിപാലന നിയമം പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നിവയാണ് ജസീറയുടെ ആവശ്യം. എൻ്റെ ജീവന് പോലും ഭീഷണി ഉണ്ടായിരുന്നു. എന്നെ എത്രയോ പ്രാവശ്യം കൊല്ലാൻ പോയി. പക്ഷെ ഞാൻ എന്നാലൊന്നും പിന്തിരിയില്ല. അപവാദങ്ങൾ പറഞ്ഞു വരുത്തി. എന്നാലും ഓക്കെ, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, ഞാൻ ഇതൊന്നും പിന്മാറുന്ന പ്രശ്നമില്ല. മീഡിയ 1 തിരുവനന്തപുരം.